ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വളരെ രഹസ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കോടതി നിയോഗിച്ച SITക്ക് സ്വാതന്ത്ര്യം വേണം. സമ്മർദ്ദത്തിന് വഴങ്ങരുത്. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും നഷ്ടപ്പെട്ടേനെ. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ പോയവർക്കെല്ലാം CPM സംരക്ഷണം നൽകുന്നുണ്ട്. മറ്റത്തൂരിൽ നടന്നത് പ്രാദേശിക വാശിയായിരുന്നു. കോൺഗ്രസ് അംഗങ്ങൾ ആരും BJPയിൽ പോയിട്ടില്ല. കേരളത്തിൽ UDFന് ഒരേ നിലപാടുള്ളത്. മുഖ്യമന്ത്രി കാളപ്പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഞങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, 2019 ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു. ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാധാരണ കള്ളന്മാർ എന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറെ നാളത്തേക്ക് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് എന്ത് ചെയ്യും? സാധാരണ രണ്ടാമതും കക്കാൻ പോകും, ഇല്ലേ? അതാണ് 2024 നടന്നത്. ഒന്നും കൂടി സ്വർണം പൂശാൻ ഒരാഗ്രഹം. അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല, കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ കുമാരെ അടിച്ചു മാറ്റിയാണ്. ഈ കട്ടളപ്പാളിയിലെ ശിവരൂപം മാത്രമല്ല, അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും പോയാണ്. കോടതി ഇത് ചെയ്തില്ല. അപ്പൊ നിരന്തരമായി സീരീസ് ഓഫ് കളവാണ് നടന്നിരിക്കുന്നത്, അല്ലെ? പരമ്പരയാണ്, കളവിന്റെ പരമ്പരയാണ് അവിടെ നടന്നത്. അതെല്ലാം ഈ നേതാക്കൾ, ഈ CPM നേതാക്കന്മാരുടെ ആശീസോടുകൂടിയാണ്, അവരുടെ അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് CPM നേതാക്കൾ അതും ഉണ്ടാകണം. കോടതിയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അന്വേഷണം. അവർ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ അവർ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണം നമ്മുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല.